ഇന്ന് ഞാൻ നിങ്ങൾക്ക് അടിപൊളി ഐറ്റം പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത് ഇന്നലെ പോയി അമ്പലത്തിൻ്റെ ഭാഗമാണ്. ഇതെന്താ മരം എന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? നമുക്കൊക്കെ നൊസ്റ്റാൾജിയ വരുന്നൊരു ഇതാണ്. ഇപ്പോൾ മനസ്സിലായി എന്താണെന്നുള്ളത്? ഇതാണ് മഞ്ചാടി മരം. ഞാനൊക്കെ വിചാരിച്ചിരുന്നത് മഞ്ചാടി വള്ളിയിലാണ് ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇത് മഞ്ചാടിക്കുരു ഇതേ നിറയെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ചൊക്കെ പറക്കി. ഇത് പറക്കി കൊണ്ടുവരാൻ ധൈര്യമില്ല. കുട്ടികളൊക്കെ എടുത്ത് വായിലിട്ടാലോ. അങ്ങനെ മഞ്ചാടി കണ്ടു. എന്താ ഭംഗി കാണാൻ മഞ്ചാടിക്കല്ലേ. ഞങ്ങൾ കുറച്ചൊക്കെ പറക്കി. മഞ്ചാടി മരമല്ല, മഞ്ചാടി കാട് എന്ന് തന്നെ പറയാം. അത്രയ്ക്കധികം മഞ്ചാടികളാണ് ഇവിടെ നിൽക്കുന്നത് മുഴുവൻ. ഞാൻ അത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല. ഇത് നോക്കി നോക്കൂ. മഞ്ചാടികൾ നിൽക്കുന്നത് ഇതേ വീണ് എടുക്കുന്നുണ്ട് അവിടെ കേട്ടോ. കൊമ്പുകൾ അതിലിതേ മഞ്ചാടി കണ്ടു. എന്തൊരു ഭംഗിയാണ് കാണാമെന്നറിയൂ. മഞ്ചാടികൾ ഇങ്ങനെ നിറയെ വെതറി കിടക്കണം. ആരും പറക്കി കൊണ്ടുപോകണില്ലതുകൊണ്ട്. ഇത് മരുന്നാണ് ശരിക്കും. പക്ഷെ ആരും എടുത്ത് കൊണ്ടുപോകണില്ലതുകൊണ്ട്. നിങ്ങൾക്ക് കാണാനുണ്ടോയെന്ന് അറിയില്ല. കണ്ടോ മഞ്ചാടിക്കാട് അതാണിത്. ഈ ചേച്ചി പറക്കേണ്ടത് മഞ്ചാടി. കുറച്ചൊക്കെ ഞങ്ങൾ പറക്കിയെടുത്തു. കുറേയൊന്നും പറക്കിയെടുത്തില്ല. അമ്പലത്തിൽ പോയി വരുന്ന വഴിയിൽ കിട്ടിയതാണ് കേട്ടത്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം നിറയെ മഞ്ചാടി വീണ് കിടക്കണം കാണുമ്പോൾ ആരും ഒന്നും പറക്കി പോവില്ലേ. ഇതിപ്പോൾ ഇവിടെയുള്ളവർക്കൊന്നും വേണ്ടി വരില്ല. കണ്ടിട്ടേ അതായിരിക്കും വേണമെങ്കിൽ ആരും എടുക്കാത്ത. ഞങ്ങൾ കുറച്ചൊക്കെ പറക്കിയെടുത്തു. മഞ്ചാടിക്കുരു എൻ്റെ ചെറുപ്പത്തിലൊക്കെ മഞ്ചാടി വള്ളിയിലാണ് ഉണ്ടാകുന്നതാണ് എന്നാണ് എനിക്ക് അറിഞ്ഞിരുന്നത്. ചേച്ചിയും പറയണു മഞ്ചാടി മരമാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞെന്നുള്ളത്. അത് മഞ്ചാടിയുടെ ഇല കണ്ടു നിറയെ. അതിൻ്റെ ഉള്ളിൽ, ആ പറമ്പിൻ്റെ ഉള്ളിൽ മുഴുവൻ മഞ്ചാടികളാണ്. എന്താ ഭംഗി മഞ്ചാടി. നമ്മുടെ കൊറ്റംകുളങ്ങര അമ്പലം ഈ മഞ്ചാടിക്കാടിൻ്റെയൊക്കെ അടുത്താണ്. അതിനോട് ചേർന്നുള്ളൊരു പറമ്പിലാണ് നിറയെ മഞ്ചാടി കാണുന്നത് കേട്ടോ. അതിങ്ങനെ പൊട്ടി വീഴാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾക്ക് സൂം ചെയ്താൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയണില്ല. ഞാൻ സൂം ചെയ്തെടുക്കുന്നുണ്ട് അതൊന്ന് മാത്രം. കുറച്ച് നീങ്ങി നോക്കിയപ്പോണ്ട് നമുക്ക് വേറൊരു ഐറ്റം കൂടി അവിടെ കാണുന്നു. ഒരു മയിൽ പീലി വിടർത്തി ആടുന്നു അവിടെ നിന്നിട്ട്. നല്ല മൈലാഞ്ചി. എന്താ ഇത്? ഞങ്ങളവിടെ പറക്കുന്നത് കണ്ടിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യണേന്നുള്ളത്. ഇനി ഇതേ വേറൊരാളെ പരിചയപ്പെടുത്താൻ കണ്ടു. എന്താ ഭംഗി. ആള് സുഖസുന്ദരായി നിന്ന് ആടാണ് പീലി വിടർത്തിയിട്ട്. ആരും ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ട്. ഹാ എന്താ ഭംഗിയില്ലേ. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കാണേണ്ടത് അയ്യോ മയിലിനെ കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്തും അവിടെ തൊട്ടടുത്തൊരു ചേച്ചി ഭക്ഷണം ഇട്ട് കൊടുക്കാറുണ്ട് കാക്കയ്ക്കൊക്കെ. അതൊക്കെ വന്ന് കൊത്തി തിന്നാൻ വരാറുണ്ട്. 2 ആൾ കൂടിയിട്ട് വരാറുള്ളൂ. ഒറ്റയ്ക്കല്ല കാണാറെന്ന് മാത്രം. ഇതിപ്പോൾ അങ്ങോട്ട് നല്ല നൃത്തമാടാണ്. എന്താ ഭംഗി കാണാൻ അല്ലേ. ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. എന്താ ആടുന്നത്. മതി. ഇങ്ങോട്ട് തിരിയൂ. താങ്ക് യു ഫോർ വാച്ചിങ്.